السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാരെ, വിധികർത്താക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കലയുടെ കലവറ പെയ്തിറങ്ങുന്ന തിരുമുറ്റത്ത് മുറാഫക്കയുടെ പ്രൗഢോജ്വലമായ വേദിയിൽ വിദ്യാധനം സർവ്വതനാൽ പ്രധാനം എന്ന വിഷയം നിങ്ങളുമായി അല്പം സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് തൗഫീക്ക് നൽകിയ ജഗന്യന്താവായ അല്ലാഹുവിനാണ് സർവ്വസ്തോത്രങ്ങളും. അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, അന്ധതയുടെ കരിമ്പടം പുതച്ചും ലഹരിയും മയക്കുമരുന്നും നെഞ്ചോട് ചേർത്തും ജീവിതം ഒരു ആഭാസമാക്കി മാറ്റുന്ന അഭിനവ യുഗത്തിൽ വിദ്യാധനം സർവ്വതനാൽ പ്രധാനം എന്ന വിഷയം ഏറെ പ്രസക്തവും ഔചിത്യപൂർണവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിന്റെ നീതിയും നിയമവും നിയന്ത്രണവും മാറ്റിമറിച്ച് ലോക ജനതയുടെ ഹൃദയമിടിപ്പുകൾ നിന്റെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടാൻ നിനക്ക് പ്രയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധം വിജ്ഞാനമാണെന്ന് പഠിപ്പിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ വിദ്യാഭ്യാസത്തിന്റെ ാണ് തുറന്നു കാട്ടുന്നത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന വചനത്തിലൂടെ പ്രവാചകർ വിശേഷിപ്പിക്കുന്നത് അംബിയാക്കളുടെ അനന്തരാവകാശികളായിട്ടാണ്. കാരണം അംബിയാക്കളുടെ അനന്തര സ്വത്ത് ദീനാറോ ദിർഹമോ അല്ല, മറിച്ച് സകലമാന ഇരുട്ടിനെയും പ്രകാശങ്ങളാക്കുന്ന, സകല നരകങ്ങളെ സ്വർഗങ്ങളാക്കുന്ന, വാനോളം നിന്ദരായ അവരെ രാജാവാക്കുന്ന അറിവെന്ന നിധിയാണ്. ജാഹിലിയത്തിന്റെ കരിമ്പടം പുതച്ച അറബിയൻ ജനതയെ വെറും 23 വർഷത്തെ വിദ്യബോധം കൊണ്ട് സംശുദ്ധമാക്കി തീർത്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും സാമൂഹിക സാംസ്കാരിക പുരോഗമനത്തിന്റെയും ബൃഹത്തായ സംവിധാനത്തിലേക്ക് വഴി നടത്തിയതും വിദ്യയിലൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ പ്രഗത്ഭ ചിന്തകനായ ജോർജ് വാഷിംഗ്ടൺ പോലും എഴുതി വെച്ചത്, എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു അൺലോക്ക് ദ ഗോൾഡൻ ഡോർ ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യം എന്ന മഹാവിസ്മയ ലോകം കീഴടക്കാൻ വിദ്യാധനം എന്ന ആയുധം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യത്തെ അന്വർത്ഥമാക്കും വിധം അജ്ഞതയുടെ ചെങ്ങല കെട്ടുകളെ വലിച്ചെറിഞ്ഞ് എന്തെന്നും ശാശ്വതമാക്കി തീരുന്ന അറിവെന്ന ആയുധമണയാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അതിന് നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു.